പൂവുപോൽ വിരിയുന്നു നീ, അതു കണ്ടു ഞാനരികെ. കാറ്റുപോലെ നിനക്കു പൂന്തണലിൽ സന്തോഷമുണ്ട്. കാര്യം മോൻ്റെ ഫാദർ ഇവിടെ മെഡിക്കൽ കോളേജിൽ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ആളില്ല, 2014 മരിച്ചതാണ്. അപ്പോൾ അതെന്തായാലും നമുക്കിവിടെ തന്നെ അവന് ഉള്ളതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായി. അവൻ്റെ കുറേ ഒരു ആഗ്രഹമാണ് കാർഡിയോളജിസ്റ്റ് ആവണം എന്നുള്ളത്. വേറെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകാൻ പറയുമ്പോൾ ഞാൻ റേസ് തന്നെ തിരഞ്ഞെടുത്തു. കാരണം എനിക്ക് അത്രയും ബോണ്ട് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഡയറക്ടേഴ്സിനോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും നല്ല ബോണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഇത് ഇവിടെ തന്നെ പഠിക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് ഇതിനൊക്കെ പ്രചോദനമായത് എൻ്റെ വാപ്പയാണ്. വാപ്പാനെ ഓർക്കുന്നു. ഹായ്, ഞാൻ ഒമർ ഫാരിസ്. നീറ്റ് 2025 റിസൾട്ട് വന്നതിന് ശേഷം 607 മാർക്കാണ് എനിക്കുള്ളത്. അപ്പോൾ എനിക്ക് അത് നല്ലൊരു എക്സാം ടഫായിട്ട് പോലും ഇത് നല്ലൊരു സ്കോറാണ്. കാരണം റാങ്ക് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സ്കോറാണ്. അപ്പോൾ ഇതിന് എനിക്ക് എത്താൻ സാധിച്ചത് റേസിൻ്റെ സപ്പോർട്ട് കൊണ്ട്. എക്സാം കഴിഞ്ഞ ഉടനെ ഞാൻ വിചാരിച്ചു ഒക്കെ കഴിഞ്ഞു. 600 എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിൽ ഉണ്ടായിരുന്നുള്ളൂ, കുറേ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് കുറച്ച് ആൾക്കാരോട് ചോദിച്ച സമയത്താണ് നമ്മളെ റേസിൻ്റെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞ നല്ല മാർക്കാണ്, നല്ല റാങ്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ എക്സാം ടഫ് ആകുമ്പോഴാണ് നമ്മൾ ശരിക്കും അവിടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യണത്. കാരണം നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല, നമ്മൾ പഠിച്ചു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അവിടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എക്സാം എഴുതുമ്പോൾ ഇനി അത് പഠിച്ച കാര്യങ്ങളല്ലല്ലോ, ഇത് ഞാൻ നമ്മുടെ കണ്ട കാര്യങ്ങൾ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പുതിയ പാറ്റേൺ ആകുമ്പോൾ കുറേ വലിയ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പതറി പോവാതെ ഇനിയും ഇതിൽ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് കുറേ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ ടെൻഷൻ അടിക്കാതെ കണ്ടുപിടിക്കാം എന്നുള്ള അവിടെയാണ് ഈ എക്സാമിൽ വിജയം വരുന്നത്. അപ്പോൾ ടൈമും കുറച്ചു, ഓപ്ഷൻസും ഒഴിവാക്കി, അങ്ങനെ പെട്ടെന്ന് എക്സാമിൻ്റെ പാറ്റേണും മാറ്റിയ സമയത്ത് മാർക്ക് കുറവാണെങ്കിലും റാങ്ക് നല്ല ഉണ്ടാവുന്ന ഒരു കാര്യത്തിലേക്ക് എത്തി. പക്ഷെ ഇനി അതിലും മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻറ്റാലിറ്റി അടിപൊളിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഫിസിക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫിസിക്സ് നല്ല ടഫായിരുന്നു. പക്ഷെ അതിന് നമ്മൾ റേസിൻ്റെ മെൻറ്ററിലും അതേപോലെ തന്നെ റേസിൻ്റെ എക്സാമിലും വന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഷഫിളായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഓർഡറിൽ ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടാതാവും. പക്ഷെ നമ്മളിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഓരോ റൗണ്ട് ആക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും. കെമിസ്ട്രി ആയിരുന്നു എനിക്ക് ചെയ്യുന്നതിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത്. കാരണം ബയോളജി എന്ന് പറഞ്ഞാൽ കുറേ ലെങ്തി ആയിരുന്നു. അപ്പോൾ എനിക്ക് അറിയാത്ത ഔട്ട് എന്നൊക്കെ തോന്നി പോണ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഔട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഔട്ട് എന്നൊക്കെ തോന്നി പോണ കുറേ ക്വസ്റ്റ്യൻസ് പക്ഷെ അതൊക്കെ NCERT സമ്മറിന്നും അതേപോലെ തന്നെ ആ ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നാലും ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിലും ഇതേപോലത്തെ എത്രയോ ക്വസ്റ്റ്യൻസ് നമ്മുടെ റേസിന്റെ മെന്ററിലും മെറ്റീരിയൽ ഉണ്ടായിരുന്നു. നീറ്റിൽ വന്ന ഒരു നല്ലൊരു സ്കോർ വാങ്ങാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മെന്ററിലും മെറ്റീരിയലിലും ഉണ്ട്. പക്ഷെ എന്താണ് കുട്ടികൾക്ക് പറ്റിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ എക്സാം കണ്ടിട്ട്, ഞാനടക്കം ഈ എക്സാം കണ്ടിട്ട് ആദ്യം ഒന്ന് പതറിപ്പോയി. പക്ഷെ എനിക്ക് കുറെ ഒക്കെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഇതിലേക്ക് എത്താൻ പറ്റിയത്. ഈ എക്സാമിന്റെ ലാസ്റ്റ് ടൈമിലൊക്കെ ഒരു 5 മിനിറ്റൊക്കെ ബാക്കിയുള്ള ടൈം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ എക്സാമിന്റെ ആ ലാസ്റ്റ് ടൈമിലുള്ള പ്രഷർ കാരണം ഞാൻ ആ ഫിസിക്സിന്റെ ഭാഗത്തിലേക്കാണ് നോക്കിയത്. ബയോളജി അവിടെ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി. അങ്ങനെ എനിക്ക് 2-3 ക്വസ്റ്റ്യൻസ് അറിയുന്നത് അവിടെ മിസ്സായി പോയി. അത് കുഴപ്പമില്ല, എനിക്ക് എന്തായാലും നല്ല മാർക്ക്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എനിക്ക് ഇനി അടുത്ത വർഷത്തേക്ക്, ഈ വർഷം മാർക്ക് കുറഞ്ഞു പോയ ആൾക്കാരുണ്ട്, പെട്ടെന്ന് പേടിച്ചു പോയ ആൾക്കാരുണ്ട്. അവര് നല്ല കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും. എല്ലാവരും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ അറിയില്ല, മാർക്ക് കുറഞ്ഞു പോയി. ഇതിന്റെ കാരണം നമ്മൾ ആ മെന്റാലിറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ. അതിന് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എൻ്റെ അഭിപ്രായത്തിൽ റേസ് തന്നെയാണ്.
കാരണം ഇവിടെ അത്രയും സപ്പോർട്ടിങ് സിസ്റ്റമാണ്. ഓരോ എക്സാം കഴിഞ്ഞാലും എന്താണ് പറ്റിയത്, എന്താ കുറഞ്ഞത്, എവിടെയാണ് പ്രശ്നം വന്നതെന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്നിട്ട് ഓരോന്നും നമ്മൾ അനലൈസ് ചെയ്ത് ഓരോ എക്സാം കഴിയുമ്പോഴും ഡയറക്ടർമാർ വരും. ഡയറക്ടർമാർ വന്നിട്ട് നമ്മളോട് സംസാരിക്കും, എന്താണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ പറയും. ടീച്ചേഴ്സ് ആണെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിന് ടീച്ചേഴ്സ് ഉണ്ടാവും. ടീച്ചേഴ്സ് ആണെങ്കിൽ ഫുൾ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ അടുത്ത് വന്നിട്ട് എന്താ ചെയ്യുക, നമ്മളെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരും. ഭയങ്കര എന്താ പറയുക, ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. എനിക്ക് നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എക്സാമിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര മോട്ടിവേഷനായി നമ്മളോട് സംസാരിച്ച്, നമ്മൾ മാർക്ക് കുറവൊന്നുമല്ല, നല്ല മാർക്ക് ഉണ്ട്, അപ്പോൾ ഈ ടൈം വരെ റിസൾട്ട് വരുന്ന വരെ ടൈം വരെ ഇവരൊക്കെ മോട്ടിവേഷനൊക്കെ കേട്ടിട്ടാണ് നമുക്ക് എന്ത് ചെയ്ത് നമുക്കിങ്ങനെ നിൽക്കാനൊക്കെ, അങ്ങനെയല്ല ഇതുവരെ കാത്തിക്കണ്ടേ പറ്റിയത്. പിന്നെ ഞാൻ ശരിക്കും ആദ്യമായിട്ട് താങ്ക്സ് പറയേണ്ടത് പഠിച്ചവനോടാണ്. കാരണം പഠിച്ചവൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റില്ല. പിന്നെ പാരൻസ് ഫുൾ സപ്പോർട്ടായിരുന്നു. കഴിഞ്ഞ വർഷം ജസ്റ്റ് ഒരു റിമ്മിൽ എനിക്ക് പോയിണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ പറഞ്ഞ് ഞാനാ പറഞ്ഞത്, ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യുക. പാരൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വർഷം കൂടിയും പോവുക. അപ്പോൾ ഞാൻ റേസ് തിരഞ്ഞെടുത്ത്. എല്ലാവരും വേറെ വേറെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകാൻ പറയുമ്പോൾ ഞാൻ റേസ് തന്നെ തിരഞ്ഞെടുത്ത്. കാരണം എനിക്ക് അത്രയും ബോണ്ട് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഡയറക്ടേഴ്സിനോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും നല്ല ബോണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ തന്നെ പഠിക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് ഈ നല്ലൊരു റാങ്കിലേക്ക് എത്തിപ്പെടാൻ പറ്റി. അൽഹംദുലില്ലാ. എനിക്ക് ഇതിനൊക്കെ പ്രചോദനമായത് എൻ്റെ വാപ്പയാണ്. വാപ്പാനെ ഓർക്കുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഈ ഒരു ജേർണിയിൽ എനിക്ക് ഈ റിപ്പീറ്റിംഗ് ഈ ജേർണി എല്ലാം എനിക്ക് ഫുൾ സപ്പോർട്ട് തന്ന പാരൻസിനും ടീച്ചേഴ്സിനോടും ദൈവത്തിനോടും എല്ലാവരോടും താങ്ക് യു പറയുന്നു. ഒമറിന് നീറ്റിൽ ഇപ്രാവശ്യം 977 ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അവൻ ആക്ച്വലി റിപ്പീറ്റ് ചെയ്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം 63 കിട്ടിയപ്പോൾ അവനിവിടെ സ്ട്രേയിൽ ജിപ്മർ അതുപോലെ തന്നെ മൈസൂർ മെഡിക്കൽ കോളേജൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ റേസിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് അവന് ഭയങ്കര താല്പര്യമായിരുന്നു. കാര്യം ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫും അതുപോലെ തന്നെ ഡയറക്ടേഴ്സും മെൻറ്റേഴ്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ അവന് ഒരു സെൽഫ് മോട്ടിവേറ്റഡ് കുട്ടിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അധികം ഫോഴ്സ് ചെയ്യുക അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അവൻ തന്നെ പറയും, ഇത് ഈ ബുക്ക് വേണം, ആ ബുക്ക് വേണം. എന്നിട്ട് രാവിലെ തൊട്ട് അവൻ തന്നെ ഒരു ഷെഡ്യൂൾ ഇട്ട് പഠിക്കുമായിരുന്നു. പിന്നെ സീരിയസ് ആയിട്ട് തന്നെ സ്റ്റഡീസ് എടുത്തിരുന്ന ആളാണ്. പിന്നെ റേസിൻ്റെ എക്സാംസൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് ഈ റാങ്കിൽ. സന്തോഷമുണ്ട്. കാര്യം മോൻ്റെ ഫാദർ ഇവിടെ മെഡിക്കൽ കോളേജിൽ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ആളില്ല, 2014 മരിച്ചതാണ്. അപ്പോൾ അതെന്തായാലും നമുക്കിവിടെ തന്നെ അവന് ഉള്ളതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായി. അവൻ്റെ കുറേ ഒരു ആഗ്രഹമാണ് കാർഡിയോളജിസ്റ്റ് ആവണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും റേസ് സപ്പോർട്ട് ചെയ്തു. പിന്നെ അള്ളാഹുവിൻ്റെ ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് കൊണ്ടാണ് നമുക്ക് ഇത്രയും അവന് റാങ്ക് കിട്ടിയതും ഇവിടെ തന്നെ അവൻ്റെ ഒരു ഡ്രീം സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയത്. എന്തായാലും റേസിന് വലിയ നന്ദി. ഓൾമൈറ്റിക്കും ഭയങ്കര ഒരു താങ്ക്സ്. എല്ലാ ഫാമിലിയും ഫ്രണ്ട്സും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊരു താങ്ക്സ് പറയും. എന്താ പറയുക, എൻ്റെ മോനെ പകരം പഠിച്ചോ തന്ന കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടണം എന്ന് തന്നെയാണ് അവൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതേപോലെ അള്ളാഹു തന്ന് അൽഹംദുലില്ലാ. ഞങ്ങൾക്കെല്ലാം അവന് ഇവിടെ തന്നെ പോയി വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി വാങ്ങിയ വീടാണ്, അവൻ്റെ ഫാദറിന് വേണ്ടി വാങ്ങിയ വീടാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ തന്നെ. അപ്പോൾ അതേപോലെ തന്നെ കിട്ടിയപ്പോൾ അൽഹംദുലില്ലാ വലിയ റാഹത്തായി. എൻ്റെ കുട്ടി രാവിലെ ഞാൻ റിട്ടയർ ചെയ്തു, എനിക്കും തന്നെ വേറൊരു മക്കളില്ലല്ലോ. അപ്പോൾ അവനെ കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം. അതുകൊണ്ട് അള്ളാഹു എൻ്റെ പ്രാർത്ഥന കേട്ടതാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ കുറേ പ്രാവശ്യം പറയാം. അവനും തന്നെ ഈ വീട് വിട്ടു പോകാനുമില്ല. അവനൊരു ഖുർആനൊക്കെ പഠിച്ചൊരു കുട്ടി, ഹാഫിളാണ്. അപ്പോൾ അതൊന്ന് റിവൈൻഡ് ചെയ്യാനും എല്ലാറ്റിനും അവന് പുറത്തു പോകുന്നത് ഇഷ്ടമല്ല. അവനും അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ പോയി വരണം എന്നാണ്.